ദേശീയപാതയിൽ ചാലക്കുടി മുതൽ ഇപ്പോൾ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണ്. മണിക്കൂറുകളായി വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടക്കുന്നു. നിങ്ങളെ ആ ദൃശ്യങ്ങൾ നോക്കുക. ഇടം വലം തിരിയാൻ പറ്റാത്ത രീതിയിൽ വലിയ വാഹനങ്ങളുടെ കുരുക്കാണ് അവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ചാലക്കുടിയിൽ നമ്മുടെ പ്രതിനിധി റാഫി കരീം ചേരുകയാണ്. റാഫി, ഗുഡ് മോർണിംഗ്. റാഫി, ശരിക്കും ഒരു വഴിയിലേക്കാണോ ഈ കുരുക്ക് അനുഭവപ്പെടുന്നത്? എനിക്ക് തോന്നുന്നത് എറണാകുളം സൈഡിലേക്കാണ് കുരുക്കില്ലാത്തതെന്ന്. എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന വഴിയിലാണ് കുരുക്ക് ഉള്ളതെന്ന് തോന്നുന്നു. എന്താണ് വിവരങ്ങൾ, റാഫി? ഗുഡ് മോർണിംഗ്. തൃശ്ശൂരിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോഴും ഒപ്പം തന്നെ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് യാത്ര ചെയ്യുമ്പോഴും രണ്ട് സൈഡിലും വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ തൃശ്ശൂർ സൈഡിലേക്കുള്ള യാത്രയിൽ ആ റോഡ് ഇപ്പോൾ തുറന്നു നൽകിയിട്ടുണ്ട്. അല്പസമയം മുൻപ് വരെ ഈ റോഡിൽ വലിയ വാഹനങ്ങൾ, ഹിറ്റാച്ചി അടക്കമുള്ള വലിയ വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ആ റോഡ് അല്പസമയം മുൻപ് ഒന്ന് തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗതാഗതം ആ റോഡിലൂടെ ഇപ്പോൾ സാധ്യമായിട്ടുണ്ട്. എന്നാൽ മറുവശത്ത് തൃശ്ശൂരിൽ നിന്ന് എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മണിക്കൂർ കണക്കിനെയാണ് ഇവിടെ ഗതാഗത കുരുക്കിൽ പെട്ടിരിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം 3ഉം 4ഉം വരികളിലായാണ് വാഹനങ്ങൾ കിടക്കുന്നത്. ഈ വാഹനങ്ങൾക്ക് ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. അത്ര വലിയ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ ദേശീയപാത 544-ൽ ചാലക്കുടി മുതൽ രൂപപ്പെട്ടിരിക്കുന്നത്. കുരട്ടി മുതലാണ് ഈ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിരിക്കുന്നത്. ചാലക്കുടി മേൽപ്പാലത്തിനപ്പുറം വരെയും ഈ ഗതാഗത കുരുക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് 7 കിലോമീറ്ററിലധികം നീളത്തിൽ ഗതാഗത കുരുക്ക് ഉണ്ടായിട്ടുണ്ട് ഈ കൊരട്ടി ചാലക്കുടി ഭാഗത്ത് എന്നുള്ളതാണ്. നേരത്തെ തന്നെ ദേശീയപാത 544-ലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രസിദ്ധി. ഇപ്പോൾ നമുക്ക് ആളുകളിലേക്ക് പോകുന്നത് എത്ര സമയം ചേട്ടാ? 4 മണിക്കൂറായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇത്രയും സമയം. അതിന് പുറമെ 150 രൂപ അവിടെ ടോളും മേടിച്ചു. എന്താണ് ഇങ്ങനത്തെ അവസ്ഥ? അത് വല്ലാത്തൊരു അവസ്ഥയാണ്. ആ ടോൾ പ്ലാസ കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ചുരുങ്ങിയത് ഒരു 10-15 കിലോമീറ്റർ കൊണ്ട് പോകുന്ന കഴിഞ്ഞാൽ തുടങ്ങിയതാണ് ഈ ട്രാഫിക്. എത്ര നേരമായി എന്നറിയോ? എയർപോർട്ടിൽ ആൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടാണ്. ഏത് റോഡ് പറഞ്ഞപ്പോൾ നമ്മൾ ചാവക്കാട് വഴി ആ വഴി പോകുന്ന ആ റോഡ് അതിലും വലിയ കച്ചറയാണ്. വല്ലാത്തൊരവസ്ഥയാണ്. തീർച്ചയായും എസ് കെ, ഇതുപോലെ ആളുകൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലിയേക്കര ടോൾ പ്ലാസ മുതലുള്ള ബ്ലോക്കാണ് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. അവിടെ മുതൽ ഗതാഗത കുരുക്കുണ്ട്. അത് ഏറ്റവും രൂക്ഷമാകുന്നത് ഈ ചാലക്കുടി കൊരട്ടി ഭാഗത്തേക്ക് എത്തുമ്പോഴാണ്. 4-5 മണിക്കൂറുകളായി ഈ ഗതാഗത കുരുക്കിൽ കിടക്കുന്നു എന്നുള്ളതാണ് ആളുകൾ ഇപ്പോൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഈ ദേശീയപാത 544-ലെ ഗതാഗത കുരുക്കുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. നേരത്തെ ഈ കേസ് ഹൈക്കോടതിയിൽ പരിഗണിച്ചപ്പോൾ ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയിൽ അറിയിച്ചത് ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. മുൻപുണ്ടായ സ്ഥിതിയിൽ കാര്യമായ മാറ്റമുണ്ട്. നിലവിലുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ചെറിയ പ്രതിസന്ധി മാത്രമാണ് സൃഷ്ടിക്കുന്നതെന്നാണ്. എന്നാൽ അതൊന്നുമല്ല സത്യമെന്ന് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുകയാണ്. വലിയ ഗതാഗത കുരുക്കാണ് ദേശീയപാത 544-ൽ രൂപപ്പെട്ടിരിക്കുന്നത്. KSRTC ബസ്സുകളും ആംബുലൻസുകളും അടക്കമാണ് ഈ ഗതാഗത കുരുക്കിൽ നിലവിൽ പെട്ടുകിടക്കുന്നത്. ഈ ആംബുലൻസുകൾക്കോ അല്ലെങ്കിൽ ബസ്സുകൾക്കോ ഇരുചക്ര വാഹനങ്ങൾക്കോ ഒന്നും തന്നെ ഒരു തരത്തിലും യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. രണ്ട് വരി പാതയാണ് ഈ ദേശീയപാത നിലവിലുള്ളത്. എന്നാൽ 4ഉം 5ഉം വരികളിലായി വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്ന സ്ഥിതി. പോലീസ് ഇവിടെ ഗതാഗത നിയന്ത്രണത്തിലുണ്ട്. എന്നാൽ അവർക്കൊന്നും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. കാരണം അത്ര വലിയ ദൂരത്തിൽ അത്ര വലിയ ബ്ലോക്കാണ് നിലവിൽ ഈ ദേശീയപാതയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. എസ് കെ, എന്തായാലും ഈ ചാലക്കുടിയിൽ വളരെ നീണ്ട ഗതാഗത കുരുക്ക് അനുഭവപ്പെടുകയാണ്. എയർപോർട്ടിലേക്കൊക്കെ പോകേണ്ട ആളുകൾ വല്ലാതെ ബുദ്ധിമുട്ടിലായി. അവിടെ എയർപോർട്ടിലേക്ക് വണ്ടി വിളിച്ചവരൊക്കെ തന്നെ വണ്ടി വഴിയിലാണെന്ന് അറിയുക. നിങ്ങൾ കുറച്ച് നേരം അവിടെ നിൽക്കുക. കാരണം ഇതിൽ നിന്ന് ഊരിക്കൊണ്ടുവരാൻ വലിയ പാടായിരിക്കും. കുറച്ച് നേരം എടുക്കും ഇതിൽ നിന്ന് മോചിപ്പിതനായി വരാൻ. അത്ര കൂടുതൽ വലിയ കിലോമീറ്ററുകൾ നീണ്ടുപോകുന്ന ഗതാഗത കുരുക്കാണ് ഇപ്പോൾ ചാലക്കുടിയിലെ നാഷണൽ ഹൈവേയിൽ അനുഭവപ്പെടുന്നത്.